അഖിൽമാരാർ എന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ആ എഴുതിയ സ്റ്റേറ്റ്മെന്റുകളിലെ വന്ന വരികളായിരുന്നു കൃത്യമായിട്ട്. നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണ ഗുണമാണ്. അല്ലെ? അപ്പൊ അല്ല, പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ അഖിൽമാരാറിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് അവർ കൃത്യമായിട്ട് വരുന്നത്. അതിനൊപ്പം തന്നെ പോരാട്ട വീരം ധീരത നാടിന് നയിക്കാനുള്ള ശേഷി ഒരുവനെ ശക്തനാക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഗുണവും കഴിവ് കൊണ്ടും കയ്യിരിപ്പ് കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത തമോ ഗുണ സ്വഭാവം ഉള്ളവർ ശൂദ്രഗണത്തിലും പെടുന്നു എന്നുള്ളത് അല്ലെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ ഗണത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുത്തെ മേൽജാതിയെയും അല്ലെങ്കിൽ കീഴ്ജാതിയെയും എവിടെ കൃത്യമായിട്ടുള്ള പ്രിവിലേജുകൾ സംഭവിക്കുന്നു എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. DGP അത് ഒരു ജാതിയായിട്ട് എടുത്തോളൂ, SP ഒരു ജാതിയായിട്ട് എടുത്തോളൂ, SI ഒരു ജാതിയായിട്ട് എടുത്തോളൂ. ഈ 3 ജാതി ഒരാൾക്ക് ലഭിക്കുന്നത് കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അതെ. അതേപോലെ ഞാനും പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ലത്, കൃഷ്ണൻ പറഞ്ഞതാണ്. അതായത് അതായത് ഈ പഠിക്കാനും പഠിപ്പിക്കാനുള്ള കഴിവ് ബ്രാഹ്മണനാക്കുന്നു എന്ന് അഖിൽമാർ പറയുന്നു. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഞാൻ അതിൽ കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പൊ പറഞ്ഞൊരു ഉപമ വെച്ചുകൊണ്ട് പറയുന്നത്. ഇപ്പൊ ഉപമ പറഞ്ഞു, ഈ DGP ആവുന്നു, SP ആവുന്നു, DSP ആവുന്നു, അത് കഴിവുകൊണ്ടാണ് ആവുന്നതെന്ന് പറയുന്നു അല്ലെ. ഈ കഴിവുകൊണ്ട് ആ പൊസിഷനിൽ എത്താൻ പറ്റുന്നു. ഇപ്പൊ ജാതിയുടെ കാര്യത്തിൽ അത് താരതമ്യം ഒരു രീതിയിലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ വരികൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള ബ്രാഹ്മണനാക്കുന്നെങ്കിൽ ഇത്രത്തോളം പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള അഖിൽമാരാറിനെ ഒരു ബ്രാഹ്മണനായി കണ്ടിട്ട് ശബരിമല മേൽശാന്തിയാക്കുമോ?